Let's move on to the next question. Question number 6, January 29th, shift 1 in the question number 6 ആണ്. നോക്കുക, ഇത് ആക്ച്വലി ഒരു 8ാം ക്ലാസ്സുകാരനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒരു 9ാം ക്ലാസ്സുകാരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് ബേസിക് കെമിസ്ട്രിയുടെ ഡെഫിനിഷൻസ് ആണ്, ബേസിക് ടേംസിൻ്റെ ഡെഫിനിഷനാണ്. വെയിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. എമൗണ്ട് ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ മാസ് അല്ലേ വരിക, വെയിറ്റ് അല്ലല്ലോ. നെക്സ്റ്റ്, മാസ് ഇസ് ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജെക്റ്റ്. അത് വെയിറ്റ് അല്ലേ വരിക, അല്ലേ? മാസിൻ്റെ ഡെഫിനിഷൻ അല്ലല്ലോ അത്. ഇസ് എ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺ എൻ ഒബ്ജെക്റ്റ്. അത് തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ 2 തെറ്റാണ്. വോള്യൂം ഇസ് ദി എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. കറക്റ്റാണ്, കുഞ്ഞുനാളിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ടെമ്പറേച്ചർ ബിലോ 0 degree Celsius ആർ പോസിബിൾ അറ്റ് സെൽഷ്യസ് സ്കെയിൽ, ബട്ട് ഇൻ കെൽവിൻ സ്കെയിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ ഇസ് നോട്ട് പോസിബിൾ. എല്ലാവർക്കും അറിയാം അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് 0 Kelvin ആണ്, അതിന് താഴത്തേക്ക് പോകാൻ പറ്റില്ല. എന്നാൽ ഡിഗ്രി സെൽഷ്യസിൽ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഗോസ് ബിലോ -1, -2, -3 degree Celsius, -273 degree Celsius വരെയും പോകാം. -273 degree Celsius എന്ന് പറയുമ്പോൾ ബേസിക്കലി 0 Kelvin ആണ്, അതിന് താഴത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ കെൽവിൻ സ്കെയിലിൽ നെഗറ്റീവ് പറ്റില്ല, ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ പറ്റും. സോ സി ഈസ് കറക്റ്റ്, സി കറക്റ്റാണ്, ഡി കറക്റ്റാണ്. പ്രിസിഷൻ റിഫേഴ്സ് ടു ദ ക്ലോസ്നെസ് ഓഫ് വേരിയസ് മെഷർമെൻറ്റ്സ് ഓഫ് ദ സെയിം ക്വാണ്ടിറ്റി. ഇതൊക്കെ NCERTയിലുള്ള ഡെഫിനിഷൻസ് ആണ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ചാപ്റ്ററിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. CDE ആണ് വരിക, CDE ആണ് വരിക. ഓപ്ഷൻ 56 ഓപ്ഷൻ 4 ആണ് വരിക. 56ലെ ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇറ്റ്സ് എ കംപ്ലീറ്റ് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ.